കോഴിമുട്ട ചേർത്തുണ്ടാക്കുന്ന പപ്പടത്തോരനാണിന്ന്. 6 പപ്പടമാണ് എടുത്തത്, 2 കോഴിമുട്ടയും. ഈ 2 പപ്പടം വീതമായിട്ട് നീളത്തിൽ കട്ട് ചെയ്യാം. ഇങ്ങനെ നീളത്തിലുള്ള സ്ട്രിപ്സ് ആക്കി വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി പപ്പടം വറുക്കാം. ഇങ്ങനെ കഷ്ണാക്കി എടുക്കുമ്പോൾ കുറേ ഉണ്ടാവും. വറുത്ത് കഴിയുമ്പോൾ അധികമുള്ള എണ്ണ മാറ്റി വെച്ചിട്ടുണ്ട്. കടുക് വറുക്കാനുള്ള അത്ര എണ്ണ മതി. 1/2 ടീസ്പൂൺ കടുക്, 5 വെളുത്തുള്ളി നുറുക്കിയത്, മീഡിയം വലുപ്പത്തിലുള്ള 2 സവാള ചെറുതായിട്ട് നുറുക്കിയതാണ്. വഴന്നു കഴിഞ്ഞു 2 ടീസ്പൂൺ ചതച്ച മുളക് ചേർത്തിട്ട് ഒന്ന് മൂപ്പിക്കാം. ഫ്രോസൺ ഗ്രീൻ പീസും കൂടെ ചേർക്കാം. സോഫ്റ്റ് ആയതുകൊണ്ട് 1 മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടും. ഇനി പാകത്തിന് ഉപ്പ്. പപ്പടത്തിൽ ഉപ്പുള്ളത് കൊണ്ട് സാധാരണ ചേർക്കണേക്കാളും ഇത്തിരി കുറവും മതി. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കണം. ഇളക്കി യോജിപ്പിക്കാം. ഡ്രൈ ആയിട്ട് വരും. ആയിട്ടുണ്ടപ്പോൾ ഇനി 2-3 തണ്ട് കരിവേപ്പിലയും കൂടി. ഇങ്ങനെ ഉതിർന്നിട്ടാണ്, കാണാനും ഭംഗിയാണ്. ഇനി പപ്പടം കാച്ചിയത് ചേർത്തിട്ട് ഇളക്കാം. ഇത്ര നീളത്തിൽ വേണ്ട, മിക്സ് ചെയ്ത് കഴിയുമ്പോൾ പാകം വലുപ്പത്തിലായിക്കോളും. ഇപ്പോൾ കോഴിമുട്ടയിലും ഗ്രീൻ പീസിലും ഒക്കെ പപ്പടം നല്ലോണം യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഓഫ് ചെയ്ത് മാറ്റാം. ചോറിന് പറ്റിയ സൈഡ് ഡിഷാണ്. വെറുതെ കഴിക്കാൻ നല്ലതാണ്.